ഇന്ന് നമുക്കറിയാം 2023 ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള അവാർഡ് സദൈ ചാരിറ്റബിൾ ഗോച്ചെ 2024 ഈ അവാർഡ് അർഹനായത് ഒത്തിരി എൻട്രികൾ ഞങ്ങൾ ചെയർമാനൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് തന്നെ ഈ എൻട്രികൾ അയച്ച എല്ലാ ജീവകാരുണ്യ പ്രവർത്തകർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ടീമിൻ്റെ ഹൃദയം നൽകുന്ന അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ഇവരുടെ തീരുമാനം തന്നെ ഈ പ്രാവശ്യം 2023 ജീവകാരുണ്യ പ്രവർത്തകനുള്ള അവാർഡ് ജേതാവായിട്ടുള്ളത് KPM ഭരതനാണ്. ഭരതനാട്ടിനെ പറ്റിയിട്ട് ഒരു 2 വാക്ക് പറയാനാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു 2 വാക്കിൽ കൂടുതൽ ഇന്ന് നല്ലതായിരുന്നു. എന്നിരുന്നാൽ 2 വാക്ക്. കോഴിക്കോട് തിരുവച്ച സ്വദേശിയാണ് ഒരു ദരിദ്രപ്പെട്ട ജനനം. 10ാം ക്ലാസ് വരെ സ്കൂൾ ജീവിതം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ശേഷം ജോലി സംബന്ധമായിട്ട് പട്ടാളത്തിൽ ചേർന്നു. 22 വർഷം പട്ടാളം അതിർത്തി കാക്കുന്ന പ്രദേശങ്ങൾ തന്നെയായിരുന്നു. കാരണം നമ്മുടെ നാടിൻ്റെ ഓരോ അംഗങ്ങളും സുഖമായി കിടന്നുറങ്ങുവാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അതിർത്തിയിൽ നിന്ന് പോരാടിയ വയറ്റാറ്റ. ശേഷം 10 വർഷം പട്ടാളത്തിൽ നിന്നും വിരമിച്ചു. 10 വർഷം നമ്മുടെ ചെന്നൈയിലെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന കരുണാനിധിയും ശ്രീ ശൈലജാമേഡം അതിൻ്റെ സുരക്ഷയുടെ ഒരു കാവൽഭടനായിട്ട് ഇതിലുപരി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സത്യത്തിൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓരോ യുദ്ധം നടക്കുന്ന സമയം എന്നൊരു വ്യക്തി സത്യത്തിൽ അവിടെ അതിർത്തി കാക്കേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരല്ല, അയാളുള്ള ഒരു കാരുണ്യ പ്രവർത്തകൻ ഒരുപാട് ഭക്ഷണം കിട്ടാതെയും വസ്ത്രം കിട്ടാതെയും പാർപ്പിടമില്ലാതെയും നൽകിക്കുന്ന ഒരുപാട് ആളുകളെ അദ്ദേഹം കണ്ടു. സത്യത്തിൽ തിരുപ്പതികളിൽ കഴിഞ്ഞ ഈ ചെന്നൈയിലെ ഒരു പ്രളയകാലത്ത് സത്യത്തിൽ അദ്ദേഹം ചെയ്ത കാരുണ്യ പ്രവൃത്തി എന്തെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സത്യത്തിൽ നമുക്ക് തന്നെ ഒരുപക്ഷെ സമയത്ത് 14ാം വർഷത്തിലേക്ക് കിടക്കുന്ന ഞങ്ങൾക്ക് തന്നെ പറയാം ഒന്നുമില്ല എന്ന് പറയാം. കാരണം പറഞ്ഞിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 90% എടുത്തിട്ട് പാവപ്പെട്ട ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വസ്ത്രങ്ങൾ നൽകിയ തീർന്നു. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ 2 വർഷം പ്രളയം ബാധിച്ചു. സത്യത്തിൽ അദ്ദേഹം അവിടെ ചെയ്ത് ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് പ്രളയ പ്രദേശമായ സ്ഥലങ്ങളിൽ ചെല്ലുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അന്നദാനം നൽകുകയും ചെയ്തു. നമുക്കറിയാം ഈ മാസത്തിൻ്റെ പ്രത്യേകത വിഷുവും അതേമാതിരി പെരുന്നാൾ കുത്തുവെക്കുന്ന സമയം. ഇവിടെ ഇരിക്കുന്ന സമയത്തും സത്യത്തിൽ ഇവിടെ ഞങ്ങൾ ഈ വരനാട്ടോട് ഞങ്ങൾ അവാർഡിൻ്റെ ജേതാവ് നിങ്ങളെന്ന് പറഞ്ഞ സമയത്തും ഞങ്ങൾ അയാളോട് പറഞ്ഞ സമയത്തും ഞാൻ പറഞ്ഞാൽ ഈ പെരുന്നാൾ സമയം അതേമാതിരി വിഷുവിൻ്റെ സമയത്തും ഒരുപാട് ആളുകൾ പട്ടിണിയായി കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും സന്തോഷവാനാണ് എന്ന് പറഞ്ഞ് അവിടെയാണ് ജീവനക്കാരനെ പ്രവർത്തകൻ്റെ മനസ്സ് ഒഴിഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ സത്യത്തിൽ സത്യം പറഞ്ഞിട്ടാണെങ്കിൽ അയാളോട് നന്ദിയോ അഭിനന്ദനങ്ങളല്ല പറയാനുള്ളത്. ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ ഓരോ വ്യക്തിയും. കാരണം സിഗറോയിൽ നിന്ന് സദൈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ഒത്തിരി ആളുകളുടെ സമ്പാദ്യം നേരത്തെ ചെയർമാൻ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങളോട് മുന്നിൽ പറഞ്ഞു. സത്യത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലില്ല. പക്ഷെ ഞങ്ങൾ ഓരോ ഇൻവെസ്റ്റ്മെന്റ് അംഗങ്ങളും നിങ്ങൾ ഓരോ ആളുകളാണ്. ഞങ്ങൾക്ക് അത് മതി. എന്ത് കാര്യങ്ങൾ വന്നാലും ആ ഒരു പ്രശ്നം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയ സമയത്തും അദ്ദേഹം ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. സത്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ പരിസരത്തുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കും. തൻ്റെ വഴിക്ക് ഒരു ചാക്കിൽ കുറച്ച് അരിയോ പലചരക്ക് സാധനങ്ങളോ തുണിക്കെട്ടുമായി പോകുന്ന ഭരതനെ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയങ്കരാണ്. കാരണം അയാൾ കുടുംബത്തിലേക്ക് വേണ്ടി കൊണ്ടുപോവുകയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. തിരുവോരങ്ങളിൽ കിടക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് പട്ടിണിയുടെ ഒരു അന്നദാതാവായിട്ട് തന്നെയാണ് അദ്ദേഹം. ഇന്നൊരു പക്ഷേ അദ്ദേഹത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ഭരതനെ ചിലപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ തെരുവിൽ കിടക്കുന്ന പട്ടിണിക്കാർക്ക് ഒരു ദൈവദൂതനാണ്. ഞങ്ങളുടെ മരങ്ങൾ ഒരുപാടുള്ള നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് ഈ ഭാരതം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സദൈവ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിമുക്ത പഠനം എന്ന നിലയിൽ സമയം കണ്ടെത്തി ചെയ്യുന്ന ഈ സമയത്ത് ഭാരതത്തിൽ ഞങ്ങളെ സദൈവ് ടീമിനെയും നിങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഒരു ബിഗ് സല്യൂട്ട് ഹൃദയപൂർവ്വം ഞങ്ങൾ ഇനി ഞാൻ സദൈവ് ഈ ഭാരതത്തെ പറ്റി പറഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ അധിക പ്രശ്നമാകും. കാരണം ഭാരതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. 3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പെരുന്നാളാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ വിഷുവാണ്. അവിടെ നമ്മളിവിടെ ഇരുന്നിട്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന സമയത്തും എനിക്ക് വ്യക്തമായിട്ട് അറിയാം തെരുവിൽ കിടക്കുന്ന ഓരോ പാവപ്പെട്ടവരും എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും വേണ്ടില്ല ഇന്ന് ഈ അവാർഡ് ഈ അർഹതനായി 100% തീരുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകുകയാണ്. അതുപോലെ തന്നെ
പദ്ധതികൾ മാത്രം ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ സദ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്രാവശ്യം മുതിർന്ന അംഗനവാടി പ്രവർത്തകർ ആദരിക്കുന്ന ഒരു ചടങ്ങ്. സത്യത്തിൽ അവിടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മാതാപിതാവ് ഗുരു ദൈവം നമുക്കറിയാം. ഒരു പക്ഷേ മാതാവും പിതാവും കഴിഞ്ഞാൽ അംഗനവാടിയിലേക്ക് മാതാവും പിതാവും തള്ളിവിട്ട ഒരു കുട്ടിയെ സത്യത്തിൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് അംഗനവാടി ടീച്ചർമാരായിരിക്കും. അവരെ മുന്നിൽ ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്കാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു സെക്കൻഡ് പാടല്ല, കാരണം ചൂടാണ്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ചെയ്തൊരു കാര്യമാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അതിലൊരു വലിയ തെറ്റുണ്ടായിരുന്നു. അംഗനവാടി ടീച്ചർമാർ പക്ഷേ ഈ വേദിയിലുള്ള അദ്ദേഹം ആ ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ ഒരു ചെറിയ തെറ്റുണ്ട്, അംഗനവാടിയും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് സാർ, അവിടെയാണ് ആരും നിന്ന് വേർതിരിച്ചറിയുന്നത്. ആ ടീച്ചർമാരെ ഞങ്ങൾ ആദരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ചിലപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് എടുത്തിരുന്ന ഉപകാരം ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും. പക്ഷേ ഇത്രയും ആൾക്കൂട്ടത്തിന് മുന്നിൽ നാഥൻ സാറിന്റെ കൈകളിൽ നിന്നും വിജയത്തിന്റെ അടുത്ത് നിന്നും കിട്ടുവാണെങ്കിൽ സത്യത്തിൽ സഭയത്തിന്റെ ഏറ്റവും വലിയൊരു അഭിമാനസ്പരം പുരസ്കാരം തന്നെയാണത്. എല്ലാവരും വേണ്ടി ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും വിജയത്തിന്റെ വാർത്തയും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നന്ദിയും എന്താ പറയുക എല്ലാം. കാരണം ഞങ്ങൾ ഒപ്പം തന്നെ നിങ്ങളുണ്ടാകാം. കാരണം സഭയെ നിങ്ങൾക്കൊപ്പമല്ല, നിങ്ങൾക്കൊപ്പമാണ് സഭയ്ക്കുള്ളത്. എല്ലാവർക്കും നല്ലൊരു നാളെ നന്ദി, നമസ്കാരം.